الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വിജ്ഞാനവേദിയിൽ ഒരുമിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വിജ്ഞാനവേദി തുടങ്ങിയ സമയം മുതൽ സംസാരിച്ചിട്ടുള്ളത്. ധാരാളം വിഷയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ക്ലാസ് എടുത്തപ്പോൾ അന്ന് നമ്മൾ നമസ്കാരത്തിലെ അർക്കാനുകൾ, വാജിബുകൾ, അത്തരം കാര്യങ്ങളെല്ലാമാണ് വിശദീകരിച്ചത്. അന്ന് ചില ആളുകൾ അഭിപ്രായം പറഞ്ഞത് എല്ലാം കൂടെ ഒരുമിച്ച് കേട്ടപ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുന്നുണ്ട്, മനസ്സിലാകാത്ത ഒരവസ്ഥയുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് സാവധാനം പറയുന്നതാണ് നല്ലത് എന്ന ഒരു നിർദ്ദേശം ചില ആളുകളൊക്കെ വെക്കുകയുണ്ടായി. സ്വാഭാവികമാണ്, നമ്മളാരും അതിൻ്റെ അർക്കാനുകൾ, അതിൻ്റെ വാജിബാത്തുകൾ, അതേപോലെ തന്നെ അതിൻ്റെ സുനനുകൾ എണ്ണിപ്പടിച്ചു പോയ ആളുകളല്ല. അപ്പോൾ പെട്ടെന്ന് നമ്മളത് കേൾക്കുമ്പോൾ അത് മനസ്സിൽ വെക്കാൻ, ഇതിൽ ഏതാണ് റുക്ന്, ഏതാണ് വാജിബ്, ഏതാണ് സുന്നത്ത് എന്നൊക്കെ പഠിച്ചു പോകാൻ ഒരു പ്രയാസമുണ്ടാകും. ആ വാചകങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ എടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ ആദ്യം മുതൽ പറഞ്ഞു പോവുകയാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം മുതൽ സലാം വരെ അതിലെ ഒരു ഓർഡറും തെറ്റാതെ അത് കൃത്യമായി നമ്മൾ പറഞ്ഞു പോവാണ്. അപ്പോൾ ഓരോ സമയത്തും ഒരു കർമ്മം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്, അതുകൊണ്ട് തന്നെ ആ കർമ്മം എന്താണ്, അതിൻ്റെ ഹുക്കും എന്താണ്, അത് വാജിബാണോ, അത് സുന്നത്താണോ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ രീതിയിലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. കുറേ ക്ലാസ്സുകളുടെ ഒന്നും ആവശ്യം വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഒരു റക്അത്ത് പഠിച്ചാൽ മതി.
നമസ്കാരത്തിൽ ഒരു റക്അത്ത് പൂർണ്ണമായി പഠിച്ചാൽ പിന്നെ നമ്മൾ നമസ്കാരം പഠിച്ചു. ബാക്കിയൊക്കെ അതിൻ്റെ ആവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുറേ എണ്ണം ക്ലാസ്സുകളില്ലാതെ തന്നെ നമ്മുടെ നമസ്കാരത്തിൻ്റെ ദർസ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നമസ്കാരത്തിലേക്ക്, അതിൻ്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, പലപ്പോഴും പല പള്ളികളിലും ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് പുരുഷന്മാരായ ആളുകൾ, സ്ത്രീകളുടെ നമുക്കറിയില്ല, പുരുഷന്മാരായ ആളുകൾ വിസ്മരിക്കുന്ന, മറക്കുന്ന ഒരു കാര്യമാണ്. നമ്മളാരും മറക്കാൻ പാടില്ല. ഇപ്പം നമസ്കാരത്തിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ, ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് സുത്ര സ്വീകരിക്കുക എന്നുള്ളത്. നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സുത്ര എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അതിൻ്റെ അർത്ഥം. മറ എന്നാണ് അർത്ഥം. നോക്കൂ നിങ്ങൾ, നമ്മൾ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞു, അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്നു, നമ്മളൊക്കെ നമസ്കരിക്കുന്ന ആൾക്കാരാണ്, സുന്നത്ത് നമസ്കരിക്കുന്ന ആൾക്കാർ. പല ആളുകളും ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ മറവി കൊണ്ട് സുത്ര സ്വീകരിക്കാതെ നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. മറയില്ലാതെ നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവമായി പഠിപ്പിച്ച കാര്യമാണ് സുത്ര ഇല്ലാതെ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത്. നമസ്കരിക്കുന്ന സമയത്ത് ഒരു മറ ഉണ്ടാകണം. എന്താണ് ഈ സുത്ര? എന്താണ് ഈ മറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ ഖിബിലക്ക് നേരെ സുജൂദിന്റെ സ്ഥാനത്ത് നിന്ന് ഏതാണ്ട് ഒരു മുഴം മാറി നമസ്കരിക്കുന്നയാൾ വെക്കുന്ന മറക്കാണ് സുത്ര എന്ന് പറയാം. ഞാൻ ഒന്നുകൂടെ പറയാം, ചിലർക്കത് അറിയാം. ഒരാൾ നിസ്കരിക്കുകയാണ്, പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്ന ആൾ, ഒന്നാമത്തെ സൊഫ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൊഫാകണം. ആ ഒന്നാമത്തെ സൊഫിൽ തന്നെ ഒരാൾ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അയാൾ ഇമാമിൻ്റെ അവിടെ മിഹ്റാബ് ഉണ്ടെന്ന് വിചാരിക്കുക, മിമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മിമ്പറിൻ്റെ അവിടെ ചുമരില്ല, അവിടെ ഖതീബിന് നിൽക്കാനുള്ള, ഇമാമിന് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാകും. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടുപുറത്ത് മിഹ്റാബ് ഉണ്ടാകും, പിന്നെ ചുമര ഉണ്ടാകും നമ്മുടെയൊക്കെ പള്ളികളിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന ഒരാൾ, അയാളുടെ മുമ്പിൽ ഒരു ചുമരോ അല്ലെങ്കിൽ ഒരു തൂണോ അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു വസ്തുവില്ലാതെ, ഒരു മറയില്ലാതെ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. അത് നിർബന്ധമുള്ള വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഹാനായ സലമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. സലമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു തൂണിന്റെ പിറകിൽ പോയിട്ട് എപ്പോഴും നിസ്കരിക്കും. ഒരു തൂണിന്റെ ബാക്കിലാണ് നിസ്കരിക്കുക. ഫയുസല്ലി ഇൻദൽ ഉസ്തുവാന, അദ്ദേഹം ഒരു തൂണിന്റെ സമീപത്ത് പോയിട്ട് എപ്പോഴും നിസ്കരിക്കും. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ മുസ്ലിം, അല്ലയോ അബാ മുസ്ലിം, അറാക തതഹറ സ്വലാത ഇൻദ ഹാദിഹിൽ ഉസ്തുവാന, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ, നിർബന്ധ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ, ജമാഅത്തൊക്കെ കഴിഞ്ഞാൽ എപ്പോഴും ഈ തൂണിന്റെ അടുത്ത് വന്ന് നിസ്കരിക്കാൻ നിങ്ങൾ തിരക്ക് കൂട്ടുന്നത് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സ്വലാത ഇൻദഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തൂണിന്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ പ്രവാചക തിരുമേനി മറ സ്വീകരിച്ച, ആ തൂണിനെ മറയായി സ്വീകരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറുള്ളത്. അതുകൊണ്ട് ഞാനത് ചെയ്യാണ്. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം? നിർബന്ധ നമസ്കാരമാകട്ടെ, നിർബന്ധ നിസ്കാരത്തിൽ നമ്മുടെ മറ എന്ന് പറഞ്ഞാൽ ഇമാമാണ്. ജമാഅത്ത് നിസ്കാരത്തിലെ മറ ഇമാമാണ്. ഇമാമിന് മുന്നിൽ എന്തുണ്ട്? സുത്ര ഉണ്ടാകും. ഇമാമിന്റെ മുന്നിൽ സാധാരണ നമ്മളൊക്കെ പള്ളികളിൽ ഇമാമ് നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് മുന്നിൽ ചുമരുണ്ടാകും. ഇനി കുറേ ദൂരത്താണ് ചുമരിയെങ്കിൽ അവിടെ ഇമാമ് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഇമാമുകൾ എന്ത് ചെയ്യണം? അവിടെ സുത്ര അവർ സ്വീകരിക്കണം. ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ചില പുതിയ പള്ളികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില പള്ളികൾ നമുക്കറിയാം, ചെറിയൊരു മരം കൊണ്ട് ഒരു സുത്ര ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവർ സുന്നത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, അവർ സുന്നത്തിനെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളികളിൽ സുത്രയുണ്ട് എന്ന് ഉറപ്പ്. ഇത് കസേരയാകാം, അല്ലെങ്കിൽ ഇതേപോലെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ആർച്ചാകാം, അതല്ലെങ്കിൽ ചുമരാകാം, തൂണാകാം, എന്തായാലും സുത്രയില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സ്വഹാബികളുടെ ചരിത്രം വായിക്കുമ്പോൾ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനൽ മുഅദ്ദിനു ഇദാ അദ്ദന കാമ الناس من اصحاب النبي صلى الله عليه وسلم يبتدرون السواري حتى يخرج النبي صلى الله عليه وسلم وهم كذلك يصلون ركعتين قبل المغرب ولم يكن بين الاذان والاقامه شيء. എന്താ ഹദീസിൽ പറയുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖരായ സ്വഹാബികള് അവര് മഗ്രിബിന്റെ സമയത്ത് തൂണുകളുടെ സമീപത്തേക്ക് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി ഓടി ചെല്ലുന്നത് കണ്ടിട്ടുണ്ട്.
അപ്പൊ അവരാ മറ സ്വീകരിക്കുന്ന വിഷയത്തിൽ സജീവമായി ശ്രദ്ധിച്ചവരാണ്. നമ്മൾ നിസ്കരിക്കുന്ന സ്വപ്നം എഴുന്നേറ്റിക്കും, എന്നിട്ട് നമ്മളവിടെ നിസ്കരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇപ്പൊ പലപ്പോഴും നമ്മുടെ പരിസരങ്ങളിലുള്ള പള്ളികളിൽ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, പല ആളുകളും മുന്നിലൊന്നുമില്ലാതെ നിസ്കരിക്കുക. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മുന്നിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്വപ്പിൽ നമ്മൾ രണ്ടാമത്തെ സ്വപ്പിൽ നിൽക്കുകയാണ്, ഒന്നാമത്തെ സ്വപ്പിൽ അവിടെ ഒരാളുണ്ട്, അയാളൊരു മറയാണ്. അയാളൊരു മറയായിട്ട് നമുക്ക് നിസ്കരിക്കാം, പ്രശ്നമല്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അയാൾ എഴുന്നേറ്റ് പോയാലുള്ള വിധി വേറെയാണ്. അയാൾ അവിടുന്ന് എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആ മനുഷ്യൻ ആദ്യം എഴുന്നേറ്റ് പോകുന്ന ആള് എൻ്റെ ബാക്കിൽ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളെ ബാക്കിൽ നമ്മളെ മറയാക്കി ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോകൽ അത്യാവശ്യമാണെങ്കിൽ അവിടേക്കൊരു മറ നമ്മൾ കൊണ്ടു വെക്കണം. കാരണം നമ്മളെ മറയായി സ്വീകരിച്ച ഒരാൾ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കസേരയോ അല്ലെങ്കിൽ ആ പള്ളിയിലുള്ള മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് അവിടെ എന്ത് ചെയ്യണം? അയാൾക്കൊരു സുത്ര നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ കടമയാണ്. ഇനി അയാളത് അറിഞ്ഞില്ല, നമ്മൾ സുത്രയായി സ്വീകരിച്ച ആള് അയാൾ എന്ത് ചെയ്തു? അയാൾ വേഗം അയാളുടെ ദിക്റും ദുആക്കും കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോയി. അപ്പൊ നമുക്ക് സുത്രല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പള്ളിയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് കയറി നിൽക്കണം. ആ ഒന്നാമത്തെ സ്വപ്പിലേക്ക് നമ്മൾ കയറുന്ന മുന്നിൽ നമുക്ക് ചുമര് കിട്ടും. സുത്ര ലഭിക്കുന്നത് വരെ വേണമെങ്കിൽ നടക്കാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം? മുന്നോട്ട് കയറി ജയിക്കാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ ഏറ്റവും പിറകിലെ സ്വപ്പിലെ കാണുകയെന്നുണ്ടെങ്കിൽ അത്തരം സമയങ്ങളിൽ നമ്മുടെ കാരണം കൊണ്ടല്ല, അതുകൊണ്ട് അവർ വേഗം എന്ത് ചെയ്യുക? നമസ്കാരം പൂർത്തിയാക്കുക. അവർ മുഴുവൻ സമയം പള്ളി മുഴുവനും നടന്ന് മുന്നോട്ട് വരേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമസ്കാരത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിക്കേണ്ട വിഷയമാണ് സുത്ര സ്വീകരിക്കുക എന്നുള്ളത്. ഇത് പള്ളിയിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്നാണെങ്കിലും വേണം, വീട്ടിലുണ്ടാകണം. നമ്മൾ പുറത്തൊരു യാത്ര പോയി, യാത്രൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? സുത്ര സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വടിയാണ് സുത്രയായി സ്വീകരിച്ചത്. ഒന്നും കിട്ടിയില്ല, അപ്പൊ നബി മണലിൽ എന്ത് ചെയ്തു? വടി കുത്തി വെച്ച് സുത്രയായി നമസ്കരിച്ചത് ഹദീസിന്റെ വാചകങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും പള്ളിയിൽ നിന്നായാലും പുറത്തുനിന്നായാലും വീട്ടിൽ നിന്നായി എവിടെ നിന്നായാലും നമസ്കരിക്കുന്ന സമയത്ത് എന്ത് വേണം? സുത്ര സ്വീകരിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത് സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതാണ് ഒന്നാമതായി ഓർമ്മപ്പെടുത്താറ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ മുതൽ, ഇന്ന് നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ച ആൾക്കാരാണ്, ഇഷ നമസ്കരിക്കുന്ന സമയം മുതൽ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ സുത്ര എന്ന് പറയുന്ന പ്രവാചകന്റെ സുന്നത്ത് ഉണ്ടാകണം. അത് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അതിൽ വലിയ പ്രതിഫലം നമുക്കുണ്ട്. ഹദീസുകളിൽ അതിന്റെ മഹത്വങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. രണ്ടാമത്തെ വിഷയം, നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമസ്കാരത്തിന്റെ രൂപം പഠിക്കുമ്പോൾ തന്നെ പഠിച്ചു പോകേണ്ടതാണ് നമസ്കരിക്കുന്നയാൾ സ്വഫ് ശരിയാക്കുക എന്നുള്ളത്. സ്വഫ് ശരിയാക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരിൽ പല ആളുകളും മലംഭാവം കാണിക്കുന്ന, ശ്രദ്ധിക്കാത്ത മേഖലയാണ് സ്വഫ് ശരിയാക്കുക എന്നുള്ളത്. പ്രവാചക തിരുമേനിയുടെ സ്വഹാബത്ത് വളരെ ഗൗരവത്തിൽ കണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമസ്കാരത്തെ പഠിപ്പിച്ച ചരിത്രം വായിക്കുമ്പോൾ പ്രവാചക തിരുമേനി ഓരോ സ്വഫുകളുടെയും ഇടയിലേക്ക് ഇറങ്ങി വരുന്ന നബി ഇമാമാണ്. ആ ഇമാമ് ഓരോ സ്വഫുകളുടെയും ഇടയിലേക്ക് ഇറങ്ങി വന്ന് ആളുകളെ സ്വഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിപ്പെടുത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സവ്വു സുഫൂഫകും ഫഇന്ന തസ്വിയത സഫി മിൻ തമാമി സ്വലാഹ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങൾ സ്വഫുകൾ ശരിയാക്കണം, കാരണം സ്വഫ് ശരിയാക്കൽ നമസ്കാരത്തിന്റെ പൂർണ്ണതയാണ്. നിസ്കാരം പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ സ്വഫ് നമ്മൾ ശരിയാക്കണം. നമ്മൾ നിൽക്കുന്ന സ്വഫുകൾ അത് ശരിയായ രീതിയിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ മിൻ ഖുതുബത്തിൻ അഅ്ദമു അജ്റൻ മിൻ ഖുതുബത്തി മശാഹ റജുലുൻ ഇലാ ഫുർജത്തിൻ ഫീ സ്വലാത്തിൻ ഫസദ്ദഹ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അഥവാ വിടവ് കൊണ്ട് മുറിഞ്ഞു പോയ ഒരു സ്വഫിനെ നമ്മൾ നിസ്കരിക്കാൻ ചെന്ന സമയത്ത് അവിടെ സ്വഫ് മുറിഞ്ഞടക്കാൻ, ആ സ്വഫിനെ നമ്മൾ നേരെയാക്കുകയാണ് എങ്കിൽ, ആ സ്വഫിനെ നേരെയാക്കാൻ ചെല്ലുന്നയാൾ അയാളുടെ കാലടിയേക്കാൾ മഹത്തായ ഒരു കാലടിയും ഇല്ല എന്നാണ്. ആ സ്വഫ് ശരിയാക്കാൻ അയാൾ നടന്നു പോവുകയാണ്, അയാൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ആ കാലടി ഉണ്ടല്ലോ, അയാൾ വെക്കുന്ന കാലടി, അതിനേക്കാൾ മഹത്വമേറിയ വേറൊരു കാലടി ഇല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ സ്വഫ് ശരിയാക്കൽ എന്താണ്? ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മറ്റു ജനങ്ങളെ അപേക്ഷിച്ച് 3 കാര്യങ്ങളാൽ നമ്മുടെ ഉമ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് സവിശേഷരാണ്, പ്രത്യേകത ഉണ്ട് ഈ ഉമ്മത്തിന്. അതിലൊന്നെന്താ? ജുഹൈലത്തു സുഫൂഫുനാ കസുഫൂഫിൽ മലായിക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമസ്കാരത്തിന് വേണ്ടിയുള്ള നമ്മുടെ സ്വഫുകൾ മലക്കുകളുടെ സ്വഫുകൾ പോലെ ആക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ഉമ്മത്തിന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്.
മലക്കുകൾ സ്വപ്പ് നിൽക്കുന്നത് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമസ്കാരത്തിന് സ്വപ്പ് നിൽക്കുന്നത്. അത് പ്രത്യേകമായ പവിത്രതയുള്ള കാര്യമായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകൾ അവരുടെ കണങ്കാലുകളും തോളും ചേർത്ത് വെക്കണം എന്നാണ്. കണങ്കാലുകളും തോളും ചേർത്ത് വെക്കണം. അതിലൊരുപാട് ഹിക്മത്തുകളുണ്ട്. ആ ഹിക്മത്തുകളിലേക്കൊന്നും നമ്മൾ പ്രവേശിക്കുന്നില്ല. ഒന്ന്, ഒരു മാനസികമായ ഐക്യം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പള്ളിയിൽ നടക്കുന്നുണ്ട്, ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. നമ്മുടെ കാലുകൾ ചേർത്ത് വെക്കണം, അതേപോലെ തന്നെ തോളുകൾ എന്ത് ചെയ്യണം? ചേർത്ത് വെക്കണം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വപ്പുകൾ ശരിയാക്കണം, എൻ്റെ മുതുകിന്റെ പിന്നിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ അഥവാ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തോൾ സഹോദരന്റെ തോളോടും കണങ്കാൽ സഹോദരന്റെ കണങ്കാലോടും ഒട്ടിച്ചു ചേർത്ത് വെക്കുമായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അങ്ങനെയാണ് അവർ സ്വപ്പ് വന്നത്. അവരുടെ കാലുകൾ ചേർത്ത് വെച്ചു, അവരുടെ തോളുകൾ എന്ത് ചെയ്തു? ചേർത്ത് വെച്ചു. സ്വപ്പുകളെ മുറിച്ച് കളയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഒരാളുടെ കാലിന്റെ അടുത്തേക്ക് കാല് കൊണ്ടുപോയാൽ കാല് വലിക്കണ മനുഷ്യന്മാരുണ്ട്. പള്ളിയിൽ സ്ഥലമല്ലേ എന്നൊക്കെ ചോദിച്ചാണ്ട്, എന്തിനാ ഇങ്ങനെ ഇത്ര അടുത്ത് നിൽക്കുന്നത്, ഇടുങ്ങി നിൽക്കുന്ന എന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കേൾക്കേണ്ട ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖീമു സുഫൂഫ വഹാദു ബൈനൽ മനാകിബ് വസദ്ദുൽ ഖലൽ. സ്വപ്പ് നിൽക്കുന്നതിന്റെ ആ മര്യാദകൾ എങ്ങനെ പഠിപ്പിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വപ്പുകൾ ശരിയാക്കണം, ചുമലുകൾ നേരെയാക്കണം, വിടവുകൾ നിങ്ങൾ അടക്കണം, നിങ്ങളുടെ സഹോദരന്മാരുടെ കൈക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുക്കുകയും ചെയ്യണം. പിശാചിന് നിങ്ങൾ വിടവുകൾ ഉപേക്ഷിക്കരുത്. നമ്മൾ സ്വപ്പിൽ വിടവുണ്ടാക്കിയാൽ ആ വിടവിൽ ആര് വന്നു നിൽക്കും? പിശാച് വന്നു നിൽക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് ഹദീസിന്റെ അവസാന വാചകം, വമൻ വസല സഫൻ വസലഹുല്ലാഹ്. ആരെങ്കിലും സ്വപ്പുകൾ ശരിയാക്കിയാൽ, സ്വപ്പുകൾ ചേർത്ത് വെച്ചാൽ അള്ളാഹു അവനെയും ചേർക്കും. എന്നാലോ വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്. ആരെങ്കിലും സ്വപ്പുകളെ മുറിച്ചു കളഞ്ഞാൽ അള്ളാഹു അവനെ മുറിച്ചു കളയും. ചെറിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. സ്വപ്പുകൾ ചേർക്കുന്നതിന്റെ ഗൗരവമാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ സ്വപ്പുകൾ എന്ത് ചെയ്യണം? പള്ളിയിൽ ചെന്നാൽ കാലുകൾ ചേർത്ത് വെച്ച്, പരസ്പരം കാലുകൾ ചേർത്ത് വെച്ച്, തോളുകൾ ചേർത്ത് വെച്ച് ഏറ്റവും അടുത്ത് നിൽക്കാനാണ് നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലല്ലദീന യസിലൂന സുഫൂഫ. സ്വപ്പുകൾ ശരിയാക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നതാണ്. നോക്കൂ, നിങ്ങൾ എത്ര നിസാരമായ കാര്യം, എന്തൊക്കെ ഫദ്ലുകളാണ്, എന്തൊക്കെ ശ്രേഷ്ഠതകളാണ്. സ്വപ്പ് ശരിയാക്കുന്ന ആൾക്കാരുടെ ഖൈറിന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പള്ളിയിൽ പോയിട്ട് നമ്മൾ നിസ്കരിച്ചു പോരുന്നു എന്നല്ലാതെ അതിൻ്റെ അപ്പുറം നമ്മൾ നേരെ നിന്നാൽ അതിലൂടെ ലഭിക്കുന്ന മഹത്വമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ സ്വപ്പുകൾ ശരിയാക്കുകയാണെങ്കിൽ, ചേർത്ത് വെക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ചേർക്കും. നിങ്ങൾ സ്വപ്പുകൾ ശരിയാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർന്നില്ല. അടുത്ത വാചകം എന്താ അറിയോ? ഹദീസിലെ വാചകം എന്താ അറിയോ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലല്ലദീന യസിലൂന സുഫൂഫ മൻ സദ്ദ ഫർജതൻ ഫിസ്സഫി റഫഅഹു അല്ലാഹു ബിഹാ ഫിൽ ജന്നതി ദറജതൻ. അടുത്ത വാചകം കേട്ടോളൂ, ഔ ബനാ ലഹു ഫിൽ ജന്നതി ബൈതാ. സുബ്ഹാനല്ലാഹ്. എന്താ വാചകം? സുഫ് ശരിയാക്കിയാലേ അള്ളാഹു സ്വർഗത്തിൽ അവനൊരു വീടുണ്ടാക്കി കൊടുക്കുന്നു. എത്ര ഫദ്ലാണ് ഈ സുഫ് ശരിയാക്കുന്നതിന്. അവൻ അല്ലാഹു സ്വർഗത്തിൽ അവന് സ്വർഗത്തിൽ അല്ലാഹു ഒരു ഭവനം, ഒരു വീട് പണിത് കൊടുക്കും. എന്താ ചെയ്യേണ്ടത്? സ്വപ്പ് ശരിയാക്കണം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ നമസ്കാരത്തിന്റെ വിഷയം പറയും. ഇത് ആദ്യം തന്നെ പറയാൻ കാരണം, നിസ്കരിക്കാൻ അല്ലാഹു അക്ബർ എന്ന് പറയാനും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാരെ നമ്മളൊക്കെ പലപ്പോഴും അശ്രദ്ധ കൊണ്ട് പല ആളുകളും തെറ്റ് കാണിക്കുന്ന ഒരു മേഖലയാണ് സ്വപ്പ് ശരിയാക്കുന്ന മേഖല. ഇനി അതൊരാൾ പറഞ്ഞാൽ, കാലൊന്ന് ചേർത്ത് വെച്ചാൽ അതിനെ വിമർശിക്കുന്ന, അതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇവിടെയുള്ള ആൾക്കാരെ കുറിച്ചല്ല, അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ അതുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ 3 ഫദ്ല് പറഞ്ഞു. 1, അല്ലാഹ് നമ്മളെ ചേർക്കും. 2, മലക്കുകളുടെ പ്രാർത്ഥന. 3, സ്വർഗത്തിലൊരു വീട് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പള്ളിയിലൊക്കെ ചെന്നാൽ, പുരുഷന്മാർ പ്രത്യേകിച്ച്, പല ആളുകളുടെയും പതിവെന്ന് വെച്ചാൽ നേരത്തെ പള്ളിയിൽ വരും. നേരത്തെ പള്ളിയിൽ വന്നിട്ട് അവർ ചുമര് തെരയുന്ന ആൾക്കാരുണ്ട്. ചുമര് തെരയേണ്ടവർ തെരഞ്ഞോട്ടെ. ആരോഗ്യമില്ലാത്ത, പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, അവർ തെരഞ്ഞോട്ടെ. പക്ഷെ പ്രിയപ്പെട്ടവർ, ആരോഗ്യമുള്ള ആളുകൾ അവർ ചെയ്യേണ്ടത് നിസ്കാരത്തിന് പള്ളിയിൽ വന്നാൽ ഒന്നാമത്തെ സ്വപ്പിൽ ഇരിക്കുക എന്നുള്ളതാണ്.
ഒന്നാമത്തെ സ്വപ്പില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൗ യഅലമു നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ, ഒന്നാമത്തെ സ്വപ്പിന്റെയും ബാങ്ക് വിളിയുടെയും മഹത്വം ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു. അല്ല, അവർ നറുക്കിടുമായിരുന്നു. എല്ലാവരും മത്സരിച്ചിട്ട് കുറച്ച് ആൾക്കാർക്കേ പറ്റുള്ളൂ, അപ്പൊ നറുക്കിട്ട് തീരുമാനിക്കുമായിരുന്നു. ഒന്നാമത്തെ സ്വപ്പിന്റെ പ്രാധാന്യം അവരറിഞ്ഞിരുന്നെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഒന്നാമത്തെ സ്വപ്പ് അവിടെ കാലിയായി കിടക്കുന്നുണ്ടാവും. പല പള്ളികളുടെ അവസ്ഥ അതാണ്. നമ്മൾ നേരെ ബാക്കൊക്കെ ചെല്ലിടത്, ഏറ്റവും പിറകിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വപ്പ് നീക്കുക. അല്ലെങ്കിൽ മൂന്നാമത്തെ സ്വപ്പിൽ, ചുമരിന്റെ ബാക്കിൽ, തൂണിന്റെ ബാക്കിൽ. അത് മാറണം. നമ്മൾ ഒന്നാമത്തെ സ്വപ്പിൽ പോയി നിൽക്കണം. ഏതൊരു പള്ളിയിൽ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ബാങ്ക് വിളി കേട്ടാൽ ആദ്യം വരുന്ന ആള് ഒന്നാമത്തെ സ്വപ്പിൽ പോയിരുന്ന് ശീലാകണം. തീർന്നില്ല, ഒന്നാമത്തെ സ്വപ്പിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പിന്നെ വലതുവശത്തിരിക്കണം എന്നാണ്. നബിയുടെ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നറിയോ, കാന യുസല്ലി അല സ്വഫിൽ അവ്വലി തലാതൻ വഅല താനി വഅല താനി വാഹിദതൻ. ആദ്യ സ്വഫ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആദ്യത്തെ സ്വഫുകാർക്ക് വേണ്ടി ദുആ ചെയ്തു. ഒന്നാമത്തെ സ്വഫിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പിന്നെ 2 തവണ പ്രാർത്ഥിച്ചു. അതേപോലെ 3 തവണ പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ സ്വപ്പിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി 1 തവണ പ്രാർത്ഥിച്ചു. അവർക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ നബിയുടെ കാലഘട്ടത്തിൽ സ്വഹാബികൾ ആദ്യം ഒന്നാമത്തെ സ്വപ്പ് പൂർത്തിയാക്കും, പിന്നെ രണ്ടാമത്തത്, പിന്നെ മൂന്നാമത്തത്, അങ്ങനെയാണ് അവർ പൂർത്തിയാക്കിയത്. അപ്പൊ ആ ശീലം നമ്മൾ എടുക്കണം. നമ്മൾ അവരുടെ പിൻഗാമികളാണ്, അവരിൽ മാതൃക എടുക്കുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ ഒന്നാമത്തെ സ്വപ്പിൽ തന്നെ ആദ്യം വരുന്ന ആൾക്കാർ എവിടെ ഇരിക്കേണ്ടത്, വലതുവശത്ത് ഇരിക്കേണ്ടത്, പള്ളിയുടെ വലതുവശത്ത്. ഇപ്പൊ സുബൈക്കൊക്കെ വരുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, പള്ളിയിൽ സുബൈക്കൊക്കെ നേരത്തെ വരുന്ന ആൾക്കാരുണ്ട്. അവരിൽ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റാണ്. അവരെന്ത് ചെയ്യണം, ആദ്യം വന്നാൽ വലതുവശത്ത് പോയിരിക്കുക, നേരത്തെ വന്ന വലതുവശത്ത് പോയിരിക്കുക. എന്താ അതിലെന്താ, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലാ മയാമിനി സുഫൂഫ്. സ്വഫിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേക മലക്കുകൾ ദുആ ചെയ്യുന്നതാണ്. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം തരും. മഹാനായ ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അന്ന ദുആഅൽ മലായിക, തീർച്ചയായും മലക്കുകളുടെ പ്രാർത്ഥന അതിന് ഇജാബത്തുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സ്വീകരിക്കും. ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്ന വഴി. അപ്പൊ നോക്കൂ നിങ്ങൾ, സ്വഫ് ശരിയാക്കിയ പ്രാർത്ഥന, ഒന്നാമത്തെ സ്വപ്പിലിരുന്ന പ്രാർത്ഥന, വലതുവശത്തിരുന്ന പ്രത്യേക പ്രാർത്ഥന, എന്തൊക്കെ നേട്ടാണ് ഒരു നിസ്കാരത്തിന് തൊട്ടു മുമ്പ്, നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് വിശ്വാസികളായി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും കാണണമെന്ന് സാന്ദർഭികമായ എൻ്റെ സഹോദരങ്ങളെയും സഹോദരികളെയും ഓർമ്മപ്പെടുത്താണ്. സ്ത്രീകളുടെ സ്വപ്പ് എന്ന് പറയുമ്പോൾ അത് നബിയുടെ കാലഘട്ടത്തിൽ അവരുടെ സ്വപ്പ് ഏറ്റവും ഹൈറായ സ്വപ്പ് ഏതാ, ബേക്കിലെ സ്വപ്പാണ്. മനസ്സിലായി? അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പള്ളിയിൽ നേരെ മുന്നിൽ പുരുഷന്മാര്, പിന്നെ കുട്ടികള്, പിന്നെ സ്ത്രീകൾ, അങ്ങനെയാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും നല്ല സ്വപ്പ് ഏതാ, അത് ഏറ്റവും അവസാനത്ത്. അവർ സ്വപ്പിരിക്കേണ്ടത് അവസാനത്തിൽ നിങ്ങട്ടാണ്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതുപോലുള്ള അവസ്ഥയല്ല. എന്തായാലും ഹദീസിലെ വാചകം എന്താ, അവർക്ക് ഏറ്റവും ഹൈറായ സ്വപ്പ് ഏതാ, അത് പിന്നിലെ സ്വപ്പാണ്, അവിടെ നിങ്ങട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായില്ലേ? അതും കൂടെ സഹോദരികൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ഇനി നമ്മൾ നമസ്കാരത്തിലേക്ക് വരികയാണ്. നമ്മൾ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ നമസ്കാരത്തിന്റെ റുക്കുനുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിസ്കരിക്കുന്ന ഒരാള്, അയാൾ എന്താ ചെയ്യേണ്ടത്, അയാൾ നിസ്കരിക്കാൻ തുടങ്ങണം. അപ്പൊ അവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം, കഴിവുള്ളയാള് നിന്ന് നിസ്കരിക്കണം എന്നുള്ളത്, നിർബന്ധ നിസ്കാരം നിന്ന് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇതൊരു റുക്കിനാണ്, നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഞാനത് അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. കുറേ കാര്യങ്ങളിൽ അബദ്ധമുണ്ട്. ഈ ആളുകൾക്ക് പല അബദ്ധം സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിവുള്ളയാള് നിന്ന് നമസ്കരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്, അതിൽ യാതൊരു സംശയമല്ല. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, അള്ളാഹുവിന്റെ മുമ്പിൽ ഭയഭക്തിയോടുകൂടെ നിന്നുകൊണ്ടാകണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നമസ്കാരമാണ് ഉദ്ദേശം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിൽ തെറ്റിച്ച് നിസ്കരിച്ച ഒരാൾ, അയാളോട് നബി ശരിയായ നിസ്കാരം പഠിപ്പിക്കാണ്. അപ്പൊ നബി പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാ ഫകബ്ബിർ, ഇദാ ഖുംത ഇല സ്വലാ, നീ നമസ്കാരത്തിനായി നിന്നാൽ, നിസ്കാരത്തിന് നിൽക്കണം, നിസ്കാരത്തിന് നിൽക്കണം. അപ്പോൾ ഒരു പ്രായപൂർത്തിയെത്തിയ നമസ്കാരം ബാധ്യതയായ ഒരാൾ എന്ത് ചെയ്യണം, അയാൾ നിസ്കരിക്കുമ്പോൾ നിൽക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തിനപ്പോൾ ഇത്ര ഗൗരവമായിട്ട് പറയേണ്ടത് എന്ന് വിചാരിക്കും. ഞാനൊരു ആരെയും വിമർശിക്കാൻ വേണ്ടി പറയില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മമ്പാടുള്ള ഒരു പള്ളിയിൽ, ഞാൻ പലപ്പോഴും ആ പള്ളിയിൽ നിസ്കരിച്ച ഒരാളാണ്. ആ പള്ളിയിലേക്ക് പല ആളുകൾ, ഞാൻ ആരെയും വിമർശിക്കാനോ കുറ്റം പറയാൻ വേണ്ടി, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. നമ്മളെയൊക്കെ പല പള്ളികളിൽ ഈ അവസ്ഥ ഉണ്ട്. നോക്കൂ നിങ്ങൾ, പിന്നെ ആളുകൾ നടന്ന് പള്ളിയിലേക്ക് ഇങ്ങനെ വരും.
നിർബന്ധസ്കാരത്തിന് നടന്ന് പള്ളിയിലേക്ക് വരും, ഒന്നൊക്കെ എടുത്ത് നടന്നിങ്ങനെ വരും. നടന്നു വന്നിട്ട് ഒരു കസേര എടുക്കും. കസേര എടുത്തിട്ട് അവരെന്ത് ചെയ്യും? അവർ സ്വപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ വെക്കും. എന്നിട്ട് ആ കസേരയിൽ അവിടെ ഇരിക്കും. എന്നിട്ട് നിസ്കാരം തുടങ്ങുമ്പോൾ ആ ഇരുന്നിട്ട് അല്ലാഹു അക്ബർ അവരെന്ത് ചെയ്യും? നിസ്കരിക്കും. ഇങ്ങനെ നമ്മളൊക്കെ കണ്ടുകൾ പല ആൾക്കാരും കണ്ടത്. അവരെങ്ങനെ പള്ളിയിലേക്ക് വന്നത്? അവർ നടന്ന പള്ളിയിലേക്ക് വന്നത്. അവർ പുറത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അവർക്കുള്ള പ്രശ്നം എന്താ അറിയോ? അവർക്ക് നിസ്കാരത്തിലെ ഏതൊക്കെയോ ചില കർമ്മങ്ങൾ നിന്നാണ്ട് ചെയ്യാൻ പറ്റൂല. മനസ്സിലായി? അതാണ് അവരുടെ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, ആ ആളുകളെ നമസ്കാരം ശരിയാകൂല. അതുകൊണ്ടാണ് ഈ ഹുക്മ് ഗൗരവത്തോടുകൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഒരാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ അയാൾ നിന്നിട്ട് ചെയ്യണം, എന്നിട്ട് അയാൾ ഇരിക്കാം. ഒരാൾക്ക് തീരെ നിൽക്കാൻ പറ്റാത്ത ഒരാളാണ് എങ്കിൽ മാത്രമാണ് അയാൾക്ക് ഇരിക്കാനുള്ള വിധി. മനസ്സിലായല്ലോ? അല്ലാത്ത ഒരാൾ, പള്ളിയിലേക്ക് നടന്നു വന്ന ഒരാൾക്ക് എന്റെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടിന് ശേഷം അയാൾക്ക് ഇരിക്കാൻ പ്രശ്നമല്ല. പണ്ഡിതന്മാർ ഇതിന്റെ ഫുഖഹാക്കൾ ഇതിനെ വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ ഖിയാം എവിടൊക്കെ വേണമെന്നറിയോ? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത്, ഫാത്തിഹയുടെ സമയത്ത്, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തും ഖിയാം വാജിബാണെന്നാണ്. നിൽക്കൽ വാജിബാണ്. അഥവാ ആ സമയങ്ങളിൽ നിൽക്കാൻ പറ്റുന്ന ആളുകൾ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. അതിലൊരു സംശയമല്ല. നമുക്ക് എന്താണോ നിന്ന് ചെയ്യാൻ ആ സമയങ്ങളിൽ മാത്രം എന്ത് ചെയ്യാം? അവർക്ക് ഇരിക്കാം, അവർക്ക് മറ്റുള്ള വഴി സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമുള്ള വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മളെ പഠിപ്പിച്ച കാര്യം. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് പറയാ. അദ്ദേഹം പറഞ്ഞ വാചകം തന്നെ കാനത്ത് ബി ബവാസീർ. ബവാസീർ എന്ന് പറഞ്ഞാൽ ഈ മൂലക്കുരുവിന്റെ അസുഖം, പൈൽസിന്റെ അസുഖം ഉണ്ടായി. അതൊക്കെ പറയാം. എനിക്ക് പൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഫസഅൽതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്വല. അപ്പൊ ആ സമയത്തുള്ള നിസ്കാരത്തെ കുറിച്ച് ഞാൻ നബിയോട് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, സ്വല്ലി ഖായിമൻ ഫഇൻ ലം തസ്തതി ഫഖായിദൻ ഫഇൻ ലം തസ്തതി ഫഅലാ ജംബ്. ഇതാണ് അസ്ലിയായ നിയമം. ഇതിൽ ഈ ഹദീസ് വായിക്കുമ്പോൾ തന്നെ ഒരു പാഠം എന്താ അറിയോ? സ്വഹാബികൾ ഒരു ഹദീസ് പഠിക്കുമ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒന്നും അവർ മറച്ചു വെച്ചില്ല. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. അയാൾക്ക് പൈൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ അറിഞ്ഞു. നമുക്ക് രോഗം ഉണ്ടായ നമ്മൾ മറച്ചേക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഹദീസിന്റെ വിഷയത്തിൽ അവർ എന്തിനാണ് ആ ചോദ്യം ചോദിച്ചത് എന്ന് വ്യക്തമാക്കണം. ഒരു ഫസാഹത്ത്, ഒരു വ്യക്തത വരുത്താണ് അവർ. ഒരു മടിയും കൂടാതെ ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് നബിയോട് ഈ ചോദ്യം ചോദിച്ചത്, അതുകൊണ്ടാണ് നബി ആ മറുപടി തന്നത്. അപ്പൊ എന്ത് ചെയ്തു? പ്രവാചക തിരുമേനിയോട് പറഞ്ഞു, നബി എനിക്ക് പൈൽസിന്റെ പ്രശ്നമുണ്ട്, ഞാൻ എങ്ങനെ നിസ്കരിക്കേണ്ടത്? നബി പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കണം. നോക്കൂ, നിങ്ങൾ ആരോടാ പറഞ്ഞത്? പ്രയാസമുള്ള ഒരാളോടാണ്. അതാണ് അസ്ലിയായ നിയമം അതാണ്. എന്നാലോ ഫഇൻ ലം തസ്തതി ഫഖായിദൻ, പറ്റാത്ത ആൾക്ക് ഇരുന്ന് നിസ്കരിക്കാം, അതിനും പറ്റാത്തയാൾക്ക് കിടന്ന് നിസ്കരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് നിസ്കാരത്തിന്റെ റുക്കിനാണ് നിന്ന് നിസ്കരിക്കൽ. ആരാ നിൽക്കേണ്ടത്? കഴിവുള്ളയാൾ നിൽക്കണം. അപ്പൊ ആർക്കൊക്കെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് നിൽക്കാൻ പറ്റുമോ അവർക്ക് എന്ത് ചെയ്യാൻ നിൽക്കാം. രോഗം കാരണം, പേടി, അങ്ങനെ ഒഴിവ് കഴിവുണ്ടായാലും നിർബന്ധ നമസ്കാരങ്ങളിൽ എന്ത് ചെയ്യാം? അവർക്ക് നിൽക്കുന്നതിൽ ഒഴിവുണ്ട്, കാരണം ഉണ്ടെങ്കിൽ, സബബുണ്ടെങ്കിൽ അത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. എന്നാൽ അതിൻ്റെ കൂടെ പ്രത്യേകം പഠിക്കണം. ഈ വിധി, ഈ റുക്കിന് നിർബന്ധം ഏത് നിസ്കാരത്തിന് മാത്രം? ഫർളിന് മാത്രമാണ്. ഫർളിന് മാത്രമാണ്. സുന്നത്ത് നമസ്കാരത്തിന് ഈ വിധി ബാധകമല്ല. സുന്നത്ത് നമസ്കാരത്തിന് ഈ വിധി ബാധകമല്ല. മനസ്സിലായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നമസ്കാരങ്ങൾ ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ട്. പ്രവാചകൻ ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വഹാബികളിൽ പലരും ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നിർബന്ധ നമസ്കാരങ്ങൾക്ക് നിന്ന് നിസ്കരിക്കണം. ഐച്ഛികമായ നമസ്കാരങ്ങൾക്ക് ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം. പക്ഷേ കൂലി കുറയും. നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി കൂലിയാണ് ആർക്ക്? ഇരുന്ന് നിസ്കരിക്കുന്ന. നബി പറഞ്ഞു, സ്വലാത്തുൽ ഖായിദി അലാ നിസ്ഫി മിൻ സ്വലാത്തിൽ ഖായിം. നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി പ്രതിഫലമാണ് ആർക്ക്? ഇരുന്ന് നിസ്കരിക്കണം. അതിൻ്റെയും പകുതിയാണ് ആർക്ക്? കിടന്ന് നിസ്കരിക്കുന്നവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ റുക്കിനാണെന്ത്? നിന്ന് നിസ്കരിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. കസേര ഉപയോഗിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ പള്ളിയിൽ അത്തരം ആളുകളെ കാണുമ്പോൾ എന്ത് ചെയ്യണം? അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. അവർക്കിതൊന്ന് പറഞ്ഞു കൊടുക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. അത് നസീഹത്തോടു കൂടെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത വിഷയം എന്താണ്? നമ്മൾ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അടുത്ത കർമ്മം തക്ബീറത്തുൽ ഇഹ്റാമാണ്. തക്ബീറത്തുൽ ഇഹ്റാം അതാണ് ഇന്ന് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ പറയേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം
നമസ്കാരത്തിന്റെ റുക്കിനാണ്. കഴിവുള്ള ആൾ നിൽക്കണം. തക്ബീറത്തുൽ ഇഹ്റാം എന്താണ്? അത് നമസ്കാരത്തിന്റെ റുക്കിനാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഞാൻ ആദ്യം ഹദീസ് ഓർമ്മപ്പെടുത്താം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സ്വല്ല ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊലാ കുതിബ ലഹു ബറാഅത്തുൻ മിനൻ നാരി വബറാഅത്തുൻ മിനൻ നിഫാഖ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസ്. എന്താ ഈ ഹദീസ് എന്ന് അറിയോ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി പറഞ്ഞു, മൻ സ്വല്ല ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ, നിങ്ങളിൽ ഒരാൾ 40 ദിവസം ജമാഅത്തായിട്ട് എന്ത് ചെയ്തു? ജമാഅത്തായിട്ട് നിസ്കരിച്ചു. എങ്ങനെ നിസ്കരിച്ചത്? യുദ്രികു തക്ബീറത്തുൽ ഊലാ, ആ ജമാഅത്തിൽ അയാൾക്ക് ഒന്നാമത്തെ തക്ബീർ കിട്ടിയിട്ടുണ്ട്. 40 ദിവസവും പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിലെ ഒന്നാമത്തെ തക്ബീർ അയാൾക്ക് കിട്ടി. തക്ബീറത്തുൽ ഇഹ്റാം അയാൾക്ക് കിട്ടിയിട്ടുണ്ട് 40 ദിവസം. അങ്ങനെയാണെങ്കിൽ കുതിബ ലഹു ബറാഅത്താൻ, അവന് മേൽ 2 രീതിയിൽ എന്ത് ചെയ്യും? അവന് നിർഭയത്വം ലഭിക്കും, സംരക്ഷണം ഉണ്ടാകും. ഒന്നെന്താ? ബറാഅത്തുൻ മിനൻ നാർ, നരകത്തിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെടും, നരകത്തിൽ നിന്ന് അവൻ രക്ഷയുണ്ട്. മറ്റെന്താ? ബറാഅത്തുൻ മിനൻ നിഫാഖ്, കപടതയിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് അവൻ സുരക്ഷിതനായിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്താ വേണ്ടത്? 40 ദിവസം ഒരു ഇസ്ലാം സ്വീകരിച്ച സഹോദരൻ, ഞാൻ ഈ ഹദീസ് ആഴത്തിൽ പഠിക്കുന്ന അങ്ങനെയാണ്. സൗദി അറേബ്യയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച ഒരു സഹോദരൻ, ആ സഹോദരനെ കുറിച്ച് എന്നോട് മറ്റൊരു സുഹൃത്ത് പറഞ്ഞു. ഞങ്ങൾ ഒമാനിലേക്കുള്ളൊരു യാത്രയിലായിരുന്നു. ഒമാനിലേക്കുള്ള യാത്രക്കടയിൽ പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ച ഒരാൾ എന്നോട് വന്നിട്ടൊരു ആവശ്യം പറഞ്ഞു. എന്നോടല്ല, എൻ്റെ സുഹൃത്തിനോട് പറയാം. അവനോടൊരു ആവശ്യം പറഞ്ഞു. എന്താ ആവശ്യം എന്നറിയോ? നമുക്ക് 2 പേർക്കും ഇനി 40 ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം? ജമാഅത്തിന് പോകണം. ജമാഅത്ത് ഒഴിവാക്കാൻ പറ്റില്ല. അതിൽ ഒന്നും വീഴ്ച വരുത്താതെ എന്ത് ചെയ്യണം? ജമാഅത്തിൽ പങ്കെടുക്കണം. അപ്പൊ ഈ മുസ്ലിമായ ഒരാള് ആ ഇസ്ലാം സ്വീകരിച്ച ആളോട് ചോദിച്ചു, എന്തേ അതിന് അങ്ങനെ പറയാൻ കാരണം എന്താ? അപ്പോഴയാൾ ഈ ഹദീത്ത് പറഞ്ഞു കൊടുത്തു. ഈ ഹദീത്ത് പറഞ്ഞു കൊടുത്തു. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടിട്ട് അവരത് പ്രാവർത്തികമാക്കാണ്. ഇപ്പം ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള നമ്മളോട് ചോദിച്ചു, നമ്മൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. ഇങ്ങനൊരു ഹദീത്ത് ഉണ്ടായിട്ട് ഈ പറയപ്പെടുന്ന 2 പ്രതിഫലം എനിക്ക് നേടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണല്ലോ ഇത്. ഒരു പരിശ്രമം പോലും നടത്താത്ത ആൾക്കാരുണ്ടാവും, ഒന്ന് ശ്രമിക്കാത്ത പോലും ആൾക്കാർ. ഞാൻ പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്താൻ സ്നേഹത്തോടു കൂടെ പറയാം. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഞാൻ ഇതിനെ പറഞ്ഞു. ഇതിലെ വാചകം എന്താ? അത്തക്ബീറത്തുൽ ഊല, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഒന്നാമത്തെ തക്ബീറാണെന്ത്? തക്ബീറത്തുൽ ഇഹ്റാം. നബി പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാ ഫകബ്ബിർ, നീ നിസ്കാരത്തിന് നിന്നാൽ എന്ത് ചെയ്യണം? തക്ബീർ കെട്ടണം. ഇമാം ബുഖാരിയിലെ 1162 ഹദീസാണ്. നീ നിസ്കാരത്തിന് നിന്നാൽ തക്ബീർ കെട്ടണം. അപ്പൊ ആ തക്ബീർ എന്താണ്? അതിന്റെ ഹുക്കം എന്താണ്? അത് വാജിബാണ്. അത് നിസ്കാരത്തിന്റെ റുക്കിനാണ്. അതൊഴിവാക്കിയാൽ എന്തില്ല? നിസ്കാരം ശരിയാവുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ഖുംത ഇല സ്വലാത്തി ഫസ്ബഗിൽ വുദൂഅ ثم استقبل القبلة فكبر. ഇത് 3 നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരാൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ വുദു എടുക്കണം, ഖിബിലയിലേക്ക് തിരിയണം, അതേപോലെ തന്നെ തക്ബീർ കെട്ടണം. നിസ്കരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലാണ്. നബിയുടെ നിസ്കാരത്തെ കുറിച്ച് ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇസ്തഫ്തഹ സ്വലാത ഇസ്തഖ്ബല അൽ-ഖിബ്ല വറഫഅ യദൈഹി വഖാല അല്ലാഹു അക്ബർ. നബി എന്ത് ചെയ്യും? നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കാരം തുടങ്ങുമ്പോൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കും, കൈകൾ ഉയർത്തും, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയും. അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇഫ്താഹു സ്വലാത്തി അത്ത്ഹൂർ വതഹരീമുഹാ അത്തക്ബീർ വതഹ്ലീലുഹാ അത്തസ്ലീം. ഇതെല്ലാവരും പഠിക്കണേ. എന്താ ഹദീസ്? നിസ്കാരത്തിന്റെ മിഫ്താഹു സ്വലാ, നമസ്കാരത്തിന്റെ താക്കോൽ എന്താ? ശുദ്ധിയാണ്, വുദു എടുക്കലാണ്. അതിൽ നിഷിദ്ധമാക്കപ്പെടുന്നത് തക്ബീർ കൊണ്ടാണ്. അതിൽ പിന്നെ അനുവദനീയമാക്കപ്പെടുന്ന സലാം കൊണ്ടാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിസ്കാരം ശരിയാക്കണമെങ്കിൽ വുദു വേണം. നിസ്കാരത്തിലേക്ക് കയറുന്ന എങ്ങനെയാ? അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണ്. അതോടുകൂടെ തഹരീമാണ്. തഹരീമിന്റെ തക്ബീർ എന്ന് പറയാം. തഹരീം എന്ന് പറഞ്ഞാൽ പലതും നിഷിദ്ധമായി, അക്കല്, അതേപോലെ തന്നെ കലാം, ഇതൊന്നും പറ്റൂല. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും, അതാണ് തഹരീം എന്നതിന് പറയാം, നിഷിദ്ധമായി. ഇമാം അസ്ഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, തഹരീമുഹാ അത്തക്ബീർ അത്തക്ബീറു തഹരീമൻ ലിഅന്നഹു യംനഉൽ മുസല്ലി മിനൽ കലാമി വൽ അകലി വഗൈരിഹിമാ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അഥവാ
തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ പിന്നെ ഒന്നും പാടില്ല, ഹറാമാണ്. നിസ്കാരത്തിലുള്ളതല്ലാത്ത വേറൊരു കാര്യം ചെയ്യാൻ പാടില്ല. അതാണ് തഹരീം എന്ന് പറയാം. ഭാഷാപരമായി തഹരീം തക്ബീർ എന്ന് പറഞ്ഞാൽ, അതിന്റെ ഹറാമാക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ അറിയോ? അള്ളാഹു നമസ്കാരത്തിൽ ഹറാമാക്കിയ പ്രവർത്തികൾ ഹറാമാകുന്നത് ഈ തക്ബീറോട് കൂടെയാണ്. അള്ളാഹു നിസ്കാരത്തിൽ പാടില്ല എന്ന് പറഞ്ഞ കുറേ കാര്യമുണ്ട്. അതെവിടെ മുതലാ പാടില്ലാതെയാകുന്നത്? ഈ തക്ബീറോട് കൂടെയാണ്, തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഞാൻ വിചാരിക്കും. അതുകൊണ്ട് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം എന്താണ്? നമസ്കാരത്തിന്റെ റുക്കിനാണ്, അത് നിർബന്ധമാണ്. ഇനി പലരും മറന്നു പോകുന്ന ഒരു വിഷയമുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം എങ്ങനെയാ? പഠിച്ചോളൂ. തക്ബീറത്തുൽ ഇഹ്റാം നാവ് കൊണ്ട് ഉച്ചരിക്കണം, അത് വാജിബാണ്. നാവ് കൊണ്ട് ഉച്ചരിക്കണം. അല്ലാഹു അക്ബർ എന്ന് ഇമാമും പറയണം, മഅമൂമും പറയണം, നിർബന്ധമാണ്. ഇമാമു മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ പറയണം. വാചകം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇമാമും മഅമൂമും നാവ് കൊണ്ട് ഉച്ചരിക്കണം തക്ബീറത്തുൽ ഇഹ്റാം. പണ്ഡിതന്മാർ പറഞ്ഞു, വയജിബു അലൽ മുസല്ലി അൻ യുസ്മിഅഹു നഫ്സഹു ഇമാമൻ ഔ കാന ഗൈറഹു. ഫിഖഹിന്റെ ചർച്ചയാണ്. ഇമാം എന്ത് ചെയ്യണം? ഇമാമായാലും മഅമൂമായാലും തക്ബീറത്തുൽ ഇഹ്റാം നാവ് കൊണ്ട് പറയണം. അവരുടെ ഇടയിലെ ചർച്ച എന്താ അറിയോ? ആ നാവ് കൊണ്ട് പറയുന്നത്, ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് ഞാൻ കേൾക്കേണ്ടതുണ്ടോ? നാവ് കൊണ്ട് ഞാൻ പറയണം, ആ പറയുന്നത് ഞാൻ നാവ് കൊണ്ട് കേൾക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ ചില ആൾക്കാർ പറഞ്ഞു സ്വയം കേൾക്കണം. ചില ആൾക്കാർ, പ്രബലമായ അഭിപ്രായം, സ്വയം കേട്ടിട്ടില്ല എങ്കിലും അയാൾ എന്ത് ചെയ്യണം? അത് നുത്തുക്കുണ്ടാകണം, ഉച്ചാരണം ഉണ്ടാകണം, അയാൾ പറയണം, നാവ് കൊണ്ട് പറയണം. അല്ലാതെ നമ്മൾ പള്ളി പോയിട്ട് അത് പറ്റൂല. ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ അല്ലാഹു അക്ബർ കെട്ടിയ മനസ്സ് പറഞ്ഞാൽ പോരാ, നാവ് കൊണ്ട് എന്ത് ചെയ്യണം? അത് പറയണം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മറ്റൊരു മസ്അലയാണ്, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ ലഫ്ദിന് പകരം വേറെ പല ലഫ്ദുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലാഹു അക്ബർ അതൊരു മഹത്തായ പദമാണ്. അതിന് പകരമായി അല്ലാഹുൽ അഅ്ലം, അല്ലാഹു ജലീൽ, അങ്ങനെയുള്ള പദം ചില പണ്ഡിതന്മാരുടെ ചർച്ച ഉണ്ട്, അങ്ങനെ പറ്റോ ഇല്ല എന്നുള്ള ചർച്ച. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു അത് പാടില്ല. അത് കൃത്യമായി നബി പഠിപ്പിച്ചതാണ്. അല്ലാഹു അക്ബർ എന്ന വാചകമല്ലാതെ മറ്റൊരു വാചകവും അവിടെ പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് നാവ് കൊണ്ട് ഉച്ചരിക്കണം, ആ പദം മാത്രമേ പറയാൻ പാടുള്ളൂ. അടുത്ത മസ്അല, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈകൾ എവിടം വരെ ഉയർത്തണം എന്നുള്ളതാണ് അടുത്ത മസ്അല. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് എവിടം വരെ കൈകൾ ഉയർത്തണം? രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമല് വരെ ഉയർത്തി. അതിൽ തന്നെ കൈകൾ ഒന്നായിട്ട് വിടർത്താതെ, ഇങ്ങനെ പറ്റ ചേർത്ത് പിടിക്കാതെ ചെറിയ രീതിയിൽ വിടർത്തി പിടിച്ച് രണ്ട് കൈകളും ഖിബിലക്ക് നേരെ പിടിച്ച്, നമ്മുടെ കൈകൾ മുന്നോട്ട് പിടിച്ച് ചുമല് നേരെ ഉയർത്തി എന്ന് പറയുന്ന റിവായത്തുണ്ട്. വേറെ ചില റിവായത്തുകളിൽ ചെവിക്ക് നേരെ ഉയർത്തി എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. രണ്ടും സ്വഹീഹാണ്. രണ്ടിലേതും എന്ത് ചെയ്യാം? നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അന്നഹു യുസ്തഹബ്ബു ലിൽ മുസല്ലി അൻ യർഫ യദൈഹി ഫി തക്ബീറത്തിൽ ഊലാ വഹിയ തക്ബീറത്തുൽ ഇഹ്റാം. ആ തക്ബീറത്തുൽ ഇഹ്റാം, ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് കൈകൾ ഉയർത്തുക എന്നുള്ളത് എന്താണ്? അത് സുന്നത്തായ കാര്യമാണ്. ആ കൈകൾ ഉയർത്തുക എന്നുള്ളത് മുസ്തഹബാണ്, സുന്നത്താണ്. അത് എവിടെ വരെ ഉയർത്താം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻകിബ് വരെ, ചുമല് വരെ, മറ്റു ചില റിവായത്ത് പ്രകാരം റഫ്ഉൽ യദൈൻ, ചെവി വരെ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിവായത്തുകൾ വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ ഏകോപിച്ച വിഷയമാണ്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം പിന്നെ നാവ് കൊണ്ട് ഉച്ചരിക്കണം, ആ പദത്തിന് മാറ്റം വരുത്താൻ പാടില്ല. അത് പറയുമ്പോൾ കൈകൾ ഉയർത്തുക എന്നുള്ളത് സുന്നത്താണ്, അത് റുക്നല്ല. കൈകൾ ഉയർത്തൽ റുക്നല്ല, അത് സുന്നത്താണ്. ഏതുവരെ ഉയർത്താം? ഒന്നുകിൽ ചെവി വരെ, അല്ലെങ്കിൽ ചുമല് വരെ ഉയർത്താം. മനസ്സിലായില്ലേ? ഇനി എപ്പോഴാണ് കൈ ഉയർത്തേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എപ്പോൾ കൈ ഉയർത്തും? ഇതൊക്കെ ചർച്ചയാണ്. ഫുഖഹാക്കൾ, ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തിനറിയോ? നിസ്കാരം ശരിയാക്കാൻ വേണ്ടിയാണ്. അവിടെ പണ്ഡിതന്മാരെ 4 അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅമ്മാ വഖ്തുർ റഫഇ ഫഫീ റിവായത്തിൽ ഊല റഫഅ യദൈഹി തുമ്മ കബ്ബറ എന്ന് പറഞ്ഞ അദ്ദേഹം 4 ഭാഗം വിശദീകരിക്കുകയാണ്. ഷർഹ് മുസ്ലിമിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്താ? ഒന്നാമത്തത് അഹദുഹുമാ യർഫഉ ഗൈറ മുകബ്ബിരിൻ തുമ്മ യബ്തദിഉ തക്ബീറ മഅ ഇർസാലിൽ യദൈനി. ആദ്യം എന്ത് ചെയ്യുക? കൈകൾ ഉയർത്തുക. ആദ്യം കൈകൾ ഉയർത്തുക, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. അതാണ് ഒരു രീതി. വേറെ ചില രണ്ടാമത്തെ അഭിപ്രായം, കൈകൾ ഉയർത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം?
അള്ളാഹു അക്ബർ എന്ന് പറയുക, എന്നിട്ട് കൈ ഉയർത്തുക. ആദ്യം കൈ ഉയർത്തുക, എന്നിട്ട് അള്ളാഹു അക്ബർ പറയും. ഒരു അഭിപ്രായം, ഒരു രീതി. മറ്റൊരു രീതി എന്താ? ഇർഫഉ ഗൈറ മുകബ്ബിരിൻ, പിന്നെ സുമ്മ യുകബ്ബിർ, കൈകൾ ഉയർത്തുക, ശേഷം അള്ളാഹു അക്ബർ. ഒന്ന് കൈകൾ ഉയർത്തി എന്നിട്ട് അള്ളാഹു അക്ബർ. രണ്ടും തിരിച്ചു മറിച്ചും അങ്ങനെ രീതികൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ രണ്ടും ഒരുമിച്ച് ചെയ്യുക. അള്ളാഹു അക്ബർ എന്ന് പറയുക, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, കൈകൾ ഉയർത്താന്ന് പറഞ്ഞു. അതിലേറ്റവും ശരിയായിക്കൊണ്ട് പറഞ്ഞ രീതിയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൻ്റെ കൂടെ കൈകൾ ഉയർത്തുന്നതാണ് പ്രബലമായ അഭിപ്രായമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായില്ല? അതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ മറ്റൊരു മസാല ഉള്ളത്, ഈ തക്ബീറത്തുൽ ഇഹ്റാമുമായി ബന്ധപ്പെട്ടല്ല, എവിടെയൊക്കെ നിസ്കാരത്തിൽ നമ്മൾ കൈകൾ, അതുകൂടെ നമ്മൾ പഠിച്ചു പോകുക. നിസ്കാരത്തിൽ എവിടെയൊക്കെ കൈകൾ ഉയർത്തണം? ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, അത് തുടക്കത്തിൽ. രണ്ടേതാ? ഇൻദ റുക്കു, റുക്കുവിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് പോകണം, അവിടെ കൈകൾ ഉയർത്തണം. ആ റുക്കുവയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൈകൾ ഉയർത്തണം. അതേപോലെ നാലാമത്തെ രംഗം ഇൻദ ഖിയാമി മിന തശഹുദിൽ ഊല, ഒന്നാമത്തെ തശഹുദ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൈകൾ ഉയർത്തണം. അപ്പൊ 4 സമയങ്ങളിൽ കൈകൾ ഉയർത്തണമെന്നാണ് ആര് പറയുന്നത്? ذهب جمهور الفقهاء من الشافعية والحنابلة وهو رواية عن مالك إلى أن رفع يديه عند تكبيرة الركوع وعند رفع منه سنة ثابتة എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ ഇജ്മാ ഉദ്ധരിക്കുന്നു. ഈ 4 സമയങ്ങളിൽ എന്ത് ചെയ്യണം? കൈകൾ ഉയർത്തണം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ അല്ലാഹു അക്ബർ പറയുന്ന സമയം, ഇപ്പോൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതല്ലാത്ത നമ്മൾ മറ്റുള്ള സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? കൈകൾ ഉയർത്താന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. അതിൽ ഏറ്റവും പ്രബലമായത് ഈ പറയപ്പെട്ട 4 സമയമാണ്. പിന്നെ റുക്കുവിലേക്ക് പോകുമ്പോൾ, റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോഴൊക്കെ ഉയർത്താമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ നമ്മളത് പറഞ്ഞു പോകുന്നു. പക്ഷെ ഏറ്റവും നല്ല എന്താ? ഈ 4 സമയമാണ് പ്രബലമായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരി, നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. പറയേണ്ട രീതി മനസ്സിലായി? അതിൽ ചില പണ്ഡിതന്മാർ തല പിടിക്കുന്ന മസാല വരെ പറഞ്ഞത്. എങ്ങനെ തല എങ്ങനെ പിടിക്കേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തല എങ്ങോട്ട് ഉയർത്തണം, തല ഉയർത്താൻ പറ്റുമോ? ഞാൻ അതിൻ്റെ അത്തരം ഒരു ഫഖഹിയായ മേഖലയിലേക്ക് പോകുന്നില്ല. നമ്മളതൊക്കെ ശ്രദ്ധിക്കണം എന്നർത്ഥം. നമ്മൾ നിസ്കരിക്കുന്ന ഒരാൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കേണ്ടത്. പിന്നെ വളരെ ഇതിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുന്നതുകൊണ്ടാണ് അത്തരം രീതിയിലേക്ക് ഞാൻ പോകാത്തത്. എന്തായാലും നമസ്കാരത്തിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്താ? ആ പറഞ്ഞ കൈകൾ ഉയർത്തിയ കയ്യിൽ എന്ത് ചെയ്യണം? കൈ കെട്ടണം. അവിടെ നമ്മുടെ ഇടയിൽ വലിയ തർക്കമുണ്ട്. നമ്മളെ ചില ആൾക്കാർ വയറുമ്പോൾ കൈ കെട്ടും, ചില ആൾക്കാർ എന്ത് ചെയ്യും? നെഞ്ചത്ത് കൈ കെട്ടും. 2 സ്ഥലങ്ങളിൽ കൈ കെട്ടുന്ന ആൾക്കാരുണ്ട്. അതിലൊന്നാമത് മനസ്സിലായി, നബി കൈ കെട്ടിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പാഠം. അള്ളാന്റെ റസൂൽ നിസ്കാരത്തിൽ കൈ കെട്ടിയിട്ടുണ്ട്. അതെവിടെയാന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നബി നിസ്കാരത്തിൽ കൈ കെട്ടിയിട്ടുണ്ട്. അപ്പം സുന്നത്ത് എന്താ? കൈ കെട്ടലാണ്. ഇത് സുന്നത്താണ്. ഒരാൾ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൈ കെട്ടിയില്ല എന്ന് വിചാരിക്കും, കൈ കെട്ടിയില്ലായാലും അയാളുടെ നിസ്കാരം ബാത്തിലാകൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേഖലകളിൽ തർക്കിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് കൈകെട്ടുന്ന വിഷയം ഞാൻ അതിൻ്റെ ഗൗരവം കുറക്കാൻ വേണ്ടി പറഞ്ഞല്ല. നമ്മളെ ചില ആൾക്കാർ ധാരണ എന്താ വെച്ചാൽ നെഞ്ചത്ത് കൈകെട്ടിയാൽ മാത്രമേ ശരിയാകുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയാണ്, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് അതന്നെയാണ്, സംശയമൊന്നുമില്ല, അതിൽ സംശയമല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരാൾ നെഞ്ചത്തല്ലാതെ കൈകെട്ടിയാൽ അയാളെ നിസ്കാരം ശരിയാകുമോ? നിസ്കാരം ശരിയാകും. ഒരാൾ വാദിച്ചാൽ പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ തർക്കമുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം കൈകെട്ടുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിയത് നെഞ്ചിന്റെ താഴെ വയറ്റിലാണ് എന്ന് തെളിവ് സഹിതം പറയാണ്. തെളിവുണ്ടാക്കിയതാ പറയണത്. അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് സംവാദങ്ങളെ അത് വിഷയം വരുന്നത്. അതുകൊണ്ടാണ് ഖണ്ഡനങ്ങളെ അത് വിഷയമാകുന്നത്. അത് പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഒരാൾ വാദിക്കാണ് നബി പള്ളമ്മല കെട്ടിയത്, അത് വിദഅത്താണ്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മളിൽ മനസ്സിലാക്കേണ്ടത് അറിയോ? അള്ളാന്റെ റസൂല് നെഞ്ചത്താ കൈ കെട്ടിയത്, അതാണ് ശരിയായ രീതി. അത് നമ്മൾ പ്രാവർത്തികാക്കുക. എന്നാൽ ഒരാൾ പള്ളമ്മ കെട്ടുന്നത് കണ്ടു, അയാളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് നബി ചെയ്തത്, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് ഇതാണ്. അതിന് പേര് വലിയ തർക്കങ്ങൾ നടത്തിയിരുന്നത്, ഫിത്തനകൾ ഉണ്ടാക്കും. അതേപോലെയാണ് ഔദു ബിസ്മി ചെല്ലേണ്ട വിഷയം. അപ്പോൾ ഔദു ബിസ്മി ചെല്ലുമ്പോൾ പല ആൾക്കാരും ധാരണ തരും. ഇപ്പോൾ ഔദു ബിസ്മി ഉറക്കോതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ പള്ളിയിൽ ഒരിക്കലും ദിവസം ഔദു ബിസ്മി ഉറക്കോതി, ഓം മുബത്തദിയാണ്, ഓം പുത്തമ്പാദിയാണോ, ശരിയല്ല, അല്ലെങ്കിൽ ഓം സമസ്തന്റെ ആളാണ്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അള്ളാന്റെ റസൂൽ ഉറക്കം ഓതിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം ഓതിക്കണം. ഒരാള് ആ ഹദീത്ത് കേട്ട ഒരാള്, ആ ഹദീത്ത് പഠിച്ച ഒരാള് ഉറക്ക ഔദു ബിസ്മി ഓതിയാൽ അവന്റെ നേരെ നമ്മൾ എന്ത് ചെയ്യണം? തിരിയേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം, അള്ളാന്റെ റസൂൽ എന്തിനാ ഉറക്കം ഓതിയത്, അള്ളാന്റെ റസൂൽ എന്തിനാ ഉറക്കം ഓതി, അത് പറഞ്ഞു കൊടുക്കണം. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പ്രശ്നം.
അള്ളാന്റെ റസൂല് ഔദു ബിസ്മി ഉറക്കോതി ഇത് ഓതണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ. മനസ്സിലായില്ലേ? ഇത് ഓതണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ മസ്അലകളെ പഠിച്ചിട്ടില്ല എങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും, ഭിന്നതകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മസ്അലകൾ പഠിക്കുമ്പോൾ അതിന് സുന്നത്ത്, റുക്കിന്, വാജിബ് അതിനാണ് അത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ കൈകെട്ടുക എന്നുള്ളത് എന്താണ്? അത് സുന്നത്താണ്. സുന്നത്തെന്ന് പറഞ്ഞാൽ കുറവാക്കാൻ വേണ്ടിയല്ല, അതിന്റെ വിധി അതാണ്. ആ സുന്നത്ത് നമ്മൾ പ്രാവർത്തികമാക്കുന്ന സംശയമൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഅദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന الناس يؤمرون ان يضع الرجل يد اليمنى على ذراعه اليسرى في الصلاه. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് കൈ നമസ്കാരത്തിൽ ഇടത്തെ മുഴങ്കൈമേൽ വെക്കാൻ ആളുകളോട് കൽപ്പിക്കുമായി. നബിന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? വലത് കൈ നമസ്കാരത്തിൽ എന്ത് ചെയ്യും? ഇടത്തെ കൈയിന്റെ മുകളിൽ വെക്കാൻ, ഇടത്തെ കൈയിന്റെ മുകളിൽ ഈ ഭാഗത്ത് മുഴങ്കൈന്റെ ഭാഗത്ത് വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമായിരുന്നു. ഇനി അതിലെങ്ങനെ പിടിക്കണം? അതിൽ തർക്കം, പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മുടെ ഈ കൈയിന്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇതേപോലെ ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒന്നുകൂടെ കുറച്ചുകൂടെ ഇപ്പുറത്തേക്ക് ഈ രീതിയിൽ പിടിക്കാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ പിടിക്കാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇങ്ങനെ പിടിക്കാന്ന് പറഞ്ഞ ആൾക്കാർ, വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. എന്തായാലും ഒന്ന് മനസ്സിലാക്കേണ്ടത് വയർമലല്ല ഹദീത്ത് വയറിന്മേലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകം വരും. വയറിന് പ്രത്യേക പദമുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസിനെ മുന്നിൽ വെച്ച് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വഹ്തജ അസ്ഹാബുന ബിഹദീതി വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവാക്കിയത് എന്താണ്? അവർ മനസ്സിലാക്കിയ കാര്യം എന്താ? സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫവദഅ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്റ അലാ സ്വദ്രിഹി എന്ന് പറയുന്ന ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചത്. വായിൽ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ നബിന്റെ കൂടെ നിസ്കരിച്ചു. അപ്പൊ നബി തന്റെ വലത് കൈ ഇടത് കൈയിന്മേൽ നെഞ്ചിന്മേലായി വെച്ചു. എവിടെ വെച്ചത്? അലാ യദിഹിൽ യുസ്റ അലാ സ്വദ്രിഹി. ഹദീസ് സ്വദ്ർ തന്നെ പ്രയോഗിച്ചത്, നെഞ്ചിന്മേൽ തന്നെ പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നമസ്കാരത്തിൽ കൈവെക്കേണ്ടത്. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, അത് നമസ്കാരത്തിന്റെ അല്ലാഹു അക്ബർ റുക്നാണ്. കൈ ഉയർത്തൽ മുസ്തഹബാണ്. കൈ ഉയർത്തേണ്ടത് ചുമല് വരെ അല്ലെങ്കിൽ ചെവി വരെയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇടത് കൈയിന്റെ മേൽ വലത് കൈ വെച്ചു. അത് മണികണ്ഠത്തിന്റെ ഈ ഭാഗത്ത് പിടിക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് ഒന്നുകൂടെ കുറച്ചുകൂടെ നീട്ടി വെക്കാം എന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ പ്രമുഖ ഗ്രന്ഥമായ ഷാഫി മദ്ഹബിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പഠിപ്പിക്കുന്ന രണ്ട് കൈകളും നെഞ്ചിന്റെ താഴ്ഭാഗത്ത് വെക്കുന്നതിന്റെ യുക്തി അവ ഏറ്റവും ശ്രേഷ്ഠമായ അവയവത്തിന്റെ മുകളിൽ വെക്കുക എന്നതാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഷാഫി മദ്ഹബിന്റെ ആൾക്കാരാണ്. ഷാഫി മദ്ഹബിലുള്ളത് എന്താ? അവർ പറയുന്നത് നെഞ്ചിന്റെ താഴെ എന്ന് പറഞ്ഞ വയർമലല്ല. നെഞ്ചിന്റെ താഴെ എന്ന് പറഞ്ഞ വയറിന് വേറെ പദമുണ്ട്. ആ നെഞ്ചിന്റെ താഴെ ഏറ്റവും ഈ നെഞ്ചിന്മേൽ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നെഞ്ചിന്റെ താഴെ എന്ന് പറയുമ്പോൾ വയറാണെങ്കിൽ വയറിന് എന്തുണ്ട്? വേറെ പദം പറയും. അത് ഹദീസിൽ വന്നിട്ടില്ല എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു രണ്ട് റുക്കനുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, കഴിവുള്ള ആൾ നിൽക്കണം. അതിൻ്റെ മസാലകൾ നമ്മൾ മനസ്സിലാക്കി, അത് നമ്മൾ കൃത്യമായി പഠിക്കണം. കഴിവുള്ള ആൾ നിന്നേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. രണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിൻ്റെ റുക്കിനാണ്, നിർബന്ധമായ ഘടകമാണ്. ഒരാൾ ഒഴിവാക്കാൻ പാടില്ല. അത് നുത്തൊക്കെ ചെയ്യണം, പറയണം, നാവ് കൊണ്ട് പറയണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞതൊക്കെ അതിൻ്റെ മുസ്തഹബ്, അതിൻ്റെ സുന്നത്തായ കാര്യങ്ങളാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൂത്ര സ്വീകരിക്കുന്നത്, സൊഫ് ശരിയാക്കുന്നത്, ഒന്നാമത്തെ സൊഫിൽ വലതുവശത്തിരിക്കുക. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ, നമസ്കാരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദീന് നന്നായി പഠിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നമ്മൾ എത്ര കാലം ജീവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമുക്ക് ലഭിക്കുന്ന സമയം ഉപയോഗിച്ച് ദീന് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദീന് പഠിക്കാൻ ശ്രദ്ധിക്കണം. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിക്കണം. അതേപോലെ തന്നെ കേൾക്കാനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ നോക്കൂ, നമ്മുടെ ക്ലാസ് കുറച്ച് കാലം അവിടെ നിർത്തിവെച്ചു. അതുകൊണ്ടായിരിക്കും പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഇതിൻ്റെ സംഘാടകരാകണം. നമ്മളെല്ലാവരും ആളുകളെ വിളിക്കുന്ന ആൾക്കാരാകണം. എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിന് വേണ്ടി ഈ നമസ്കാരത്തിൻ്റെ വിഷയം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ പല സ്ഥലങ്ങളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ, സൗദി അറേബ്യ മുതൽ ഒരുപാട് കാലങ്ങളായി ഈ വിഷയം പറയാറുണ്ട്. പക്ഷേ ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും നമുക്കത് ഒരുപാട് ഇൽമുകൾ കിട്ടുന്നുണ്ട്. ഓരോ ക്ലാസ്സിന് വേണ്ടി വായിക്കുമ്പോഴും പുതിയ പുതിയ അറിവുകൾ, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ,
നമ്മൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമുക്കത് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ക്ലാസ്സിന് വേണ്ടി നമ്മുടെ ഒരുപാട് ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ ആവർത്തിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. യാത്രകളിൽ മറ്റുമായി ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ ഒരുപാട് തവണ പറഞ്ഞതന്നെ വീണ്ടും 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 കേട്ടിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ഇൽമുകൾ കിട്ടും. ഞാൻ ചെയ്തത് പറയുന്നല്ല, മറിച്ച് നമ്മൾ പഠിക്കാൻ സന്നദ്ധരാകണം. അപ്പം നമുക്ക് ഒരു തുമാനിയത്ത് ഉണ്ടാകും, നമുക്കൊരു ഉറപ്പ് കിട്ടും. നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണ് എന്ന് എന്ത് ചെയ്യും, നമുക്ക് ബോധ്യമാകും. അതിന് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം സമയം കണ്ടെത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന, ദീന് പഠിക്കുന്ന, ദീന് മറ്റുള്ള ആളുകൾക്ക് സത്യസന്ധമായി എത്തിച്ചു കൊടുക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.